ഹായ് വെൽക്കം ബാക്ക് ടു ഗ്രേപ്സ്. ഫീവർ ആൻഡ് വാട്ടർ, നമ്മളിന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുക. പലപ്പോഴും പനി വരുമ്പോൾ ഒരു 100 ഡിഗ്രി ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ നമ്മളെ അധികം ഡാമേജ് ചെയ്യില്ല. പലപ്പോഴും അതിനേക്കാൾ കൂടി വരുന്ന ടെമ്പറേച്ചറുകൾ 103, 105 ഡിഗ്രി ഫീവറൊക്കെ ആണെങ്കിൽ നമ്മളൊരു കാരണവശാലും പിന്നീട് ഡോക്ടറെ കാണാതിരിക്കാനേ പാടില്ല. 103 കണ്ടാൽ തന്നെ നമ്മൾ പോകണം. 105 എന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഡേഞ്ചറസ് സിറ്റുവേഷനാണ് ബോഡിയിൽ. പനിയല്ല, ആ പനിക്ക് കാരണമായ സാഹചര്യം വളരെ ഡേഞ്ചറസ് ആണ്. പലപ്പോഴും മോർട്ടാലിറ്റി റേറ്റ് കൂടുന്നതും ആ ഒരു സാഹചര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ വരുമ്പോഴാണ്. ഈ ഒരു സാഹചര്യത്തെ നേരിടാനായിട്ട് പലപ്പോഴും പനി വരുന്ന സമയത്ത് നമ്മൾ വളരെയധികം വിയർക്കാറുണ്ട്. അങ്ങനെ വിയർക്കുന്നതിൽ കൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം നഷ്ടപ്പെടും. ചില സമയങ്ങളിൽ പനിയുള്ളപ്പോൾ നമുക്ക് വൊമിറ്റിംഗ് ഉണ്ടാവും. അങ്ങനെയും ജലാംശം നഷ്ടപ്പെടാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ 70% മേളിൽ നമുക്ക് ജലമാണ് ഉള്ളത്. അപ്പോൾ ജലം നമ്മുടെ ശരീരത്തിൻ്റെ വളരെ വലിയൊരു ഘടകമാണ്. നമ്മളുടെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സ്മൂത്തായിട്ടുള്ള പ്രവർത്തനത്തിനും ജലം ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ സമയത്ത് നമുക്ക് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലം ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശുദ്ധമായ വെള്ളം, ശുദ്ധജലം കുടിക്കുന്നതാണ് ഒരു മെഡിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഫീവർ സപ്പോർട്ട് എന്ന് പറഞ്ഞത്. നമ്മൾ ഷുഗേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. ആക്ച്വലി അത് അത്ര സപ്പോർട്ടീവ് അല്ല. നമുക്ക് പലപ്പോഴും ശീലം അങ്ങനെയുള്ള റെഡിമെയ്ഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നതാണെങ്കിൽ പോലും ഈ പനിയുടെ സമയത്ത് അതിനേക്കാൾ ശുദ്ധജലം കുടിക്കുന്നതാണ് ശരീരം ആ ഒരു കൂളിംഗ് എഫക്റ്റിലേക്ക്, ഇൻസൈഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫർ ഇതിലേക്ക് എത്തിപ്പെടുന്നതിനും അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സഹായിക്കുന്നതിനും നല്ലതായിരിക്കുന്നത്. ഈ ടെമ്പറേച്ചർ വേരിയേഷൻ നമുക്ക് ദിവസങ്ങൾ നീണ്ടു നിങ്ങൾക്ക് ഹെഡേക്ക് ഉണ്ടാകുകയും സ്വെറ്റിംഗ് ഉണ്ടാകുകയും വൊമിറ്റിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ കാണുകയും ചെയ്താൽ വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം ഇരിക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ജി ഹെൽത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഈ ഫിസിഷ്യനെ, ജനറൽ മെഡിസിൻ ഡോക്ടറെ നമുക്കൊന്ന് അപ്പോയിൻമെൻ്റ് എടുക്കാം. ഗ്രേപ്സിൻ്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കുന്ന എല്ലാ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ ജി ഹെൽത്ത് എന്ന് പറഞ്ഞ പേഷ്യൻ്റ് മെഡിക്കൽ റെക്കോർഡിലേക്ക് ഫീവർ സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ അറ്റൻഷൻ എടുക്കാം. ഓർക്കണേ, നമ്മൾ നഷ്ടപ്പെടുന്ന ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കാനായിട്ട് മധുരം നല്ലതാണ്, എനർജിയൊക്കെ പ്രൊവൈഡ് ചെയ്യുമെങ്കിലും പനിയുടെ സമയത്ത് ഷുഗേർഡ് ഡ്രിങ്ക്സ് അല്ല, ശുദ്ധമായ വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ കാത്തു സംരക്ഷിക്കാം.